കേരളം രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടുന്ന പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ കേട്ടിട്ടുണ്ടോ? അതിലെന്താ പറയുക? രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി. സുഹൃത്തുക്കളെ, അന്ന് കാളവണ്ടിയാ യാത്രയ്ക്ക്. ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ലെങ്കിൽ കുറച്ച് നേരത്തെ ജനിക്കാത്ത എന്റെ കുറ്റല്ല അല്ലേ? നമ്മളെപ്പോലെ കുറച്ച് മുന്നേ ജനിച്ചാൽ കാളവണ്ടിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇല്ലേ? ഇപ്പൊ കാളവണ്ടി ഇല്ല. ഞാൻ ജനിക്കുമ്പോൾ സൈക്കിള് പോലും ഇല്ല, റേഡിയോ ഇല്ല, TV ഇല്ല. വിശ്വസിക്കുമോ? ഒന്നുമില്ല. മൊബൈൽ ഫോണില്ല. അപ്പൊ അന്ന് സഞ്ചരിക്കുന്നത് കാളവണ്ടിയിലാണ്. അപ്പൊ നമ്മുടെ ഒരു ചിത്രമല്ല, അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ധീരനായ പോരാളിയായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ കൂടെ നടന്ന അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടീനെ ചേർക്കാൻ ഒന്നും സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം റോഡിൽ കൂടെ നടക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ അദ്ദേഹത്തിന് അന്ന് വില്ലുവണ്ടി ഉണ്ട്, കാളവണ്ടി. അതിൽ കയറി ധീരനായിട്ട് ആരുണ്ടടാ, ധൈര്യമുണ്ട്, വാടാ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സവർണരോട് പോരാടി അങ്ങനെ നയിച്ചൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ കുട്ടീനെ സ്കൂളിൽ ചേർത്തപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മൾ വയലിൽ ഇറങ്ങി കൊയ്താലല്ലേ അവര് നെല്ല് കൊയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊയ്തില്ലെങ്കിൽ നെല്ല് അവിടെ കിടന്ന് വീണ് മുളച്ചു പോകൂലേ? പിന്നെ നമ്മൾ വയൽ ഉഴുതു മറിച്ച് നെല്ല് വിതച്ചല്ലേ ഞാറ് നട്ടിട്ട് വേണ്ടേ കൃഷി ഉണ്ടാവാൻ അല്ലേ? അതാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിലോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് വരെ ഒരാളും വയലിൽ ഇറങ്ങില്ല, ഒരു പണിയും എടുക്കൂല. തീരുമാനിച്ചൂടെ? പട്ടിണി കിടന്ന് മരിച്ചാലും വരും തലമുറയ്ക്കും അന്തസ്സായി ജീവിക്കണം, അതിന് പോരാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആവേശഭരിതരായ ജനങ്ങൾ, നമ്മളെക്കാൾ ഉശിരുണ്ടായിരുന്നു അന്നത്തെ ആളുകൾക്ക്, പട്ടിണിയായിട്ട് ഒന്നിച്ചു നിന്നു. എന്നിട്ടാണ് അദ്ദേഹം ഈ വില്ലുവണ്ടി നയിച്ചത്. അതാണ്. എന്നിട്ട് സമരം ചെയ്തിട്ട് അവസാനം ജന്മിമാര് മുട്ടുമടക്കിയിട്ടാണ് കുട്ടികളെയൊക്കെ സ്കൂളിൽ എടുക്കാൻ തുടങ്ങിയത്. അതാണ് രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടുന്ന പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. പന്തി ഭോജനം എന്താണെന്നറിയോ? ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നില്ലേ? നമ്മളെല്ലാവരും സദ്യക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നില്ലേ? പണ്ടങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്റെ പേര് കുമാരനാശാൻ. കുട്ടി കേട്ടിട്ടുണ്ടോ? SNDP യോഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാ. അതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മഹാകവി കുമാരനാശാനാണ്. കുമാരനാശാൻ ഒരു സദ്യക്ക് ഇരിക്കുക. സുഹൃത്തെ, ഇത് ഈഴവർ എന്ന് പറഞ്ഞാൽ അറിയോ? അത് അറിയില്ലേ? ഇവിടുത്തെ തീയർക്ക് തെക്കൻ തിരുവിതാംകൂർ വിളിക്കുന്ന പേരെന്താ? ഈഴവർ. ഒരു സദ്യ നടക്കാണ്, കല്യാണ സദ്യ. അന്ന് നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ട്. തൂശനേല എന്ന് പറഞ്ഞാൽ അറിയോ? ഇങ്ങനെന്തല്ലേ എന്റെ പേര്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ ഇരിക്കുന്നത് കുമാരനാശാനാ. കണ്ടോ? അപ്പൊ വിളമ്പി ഇവിടെ വന്ന് ഉപ്പേര് വിളമ്പാൻ നോക്കിയപ്പോഴാ എഴുതാക്കട്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? ഒക്കെ ഈഴവരാ. പക്ഷെ ഈഴവരിലുണ്ട് പലതരം. കേട്ടില്ലേ? നായന്മാരിൽ പലതരം നായന്മാരെന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇല്ലേ? ഈഴവരിൽ ഉയർന്നതാണോ അന്നുണ്ട്. അതെന്തൊരു കഷ്ടാ. എഴുതാക്കാൻ പറഞ്ഞു. എന്തറിയോ? കൂടെ ഇരിക്കുന്ന ഈഴവര് കുറച്ചുകൂടെ മുന്തിയതാകുമല്ലോ. എഴുന്നേപ്പിച്ച് വിട്ടതാ. സത്യമാണ്, ഉണ്ടായ കാര്യമാണ്. ഈ തരത്തിലുള്ള ഒരു കാലത്ത് നിന്നാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ എത്തിയത്. അതിനൊക്കെ പോരാടിയത് അക്കാലത്തെ മനുഷ്യരാണ്. അവരെയൊക്കെ നമ്മൾ പറഞ്ഞു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പൊ മഹാബലി ചക്രവർത്തി ഈ നാട് ഭരിച്ചത് ഇങ്ങനെ ഏറ്റവും നല്ല ഒരു സത്യവും ധർമ്മവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു സ്ഥലം കൂടി പരിചയപ്പെടുത്താം. മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്. അത് ശനി സിംഗ്നാപൂർ എന്നാണ്. ഓർത്ത് വെക്കാൻ പറ്റുമോ പേര്? ശനി സിംഗ്നാപൂർ. അവിടുത്തെ പ്രത്യേകത, അവിടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കാറില്ല. വീടുകൾ രാത്രിയായാലും പകലായാലും അടച്ചിടാറില്ല. എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ. മഹാബലിയുടെ നാട് പോലൊരു നാടാണ്. അതായത് ആരും ആരുടെയും ഒരു സാധനം എടുക്കൂല. സത്യം മാത്രം. സത്യധർമാദികൾ മുറുകെ പിടിച്ച് അന്യരുടെ ഒരു സാധനം ഒരാളും മോഷ്ടിക്കൂല, വീട് കിടന്നാൽ എടുക്കൂല. അത് ആളെ കണ്ടുപിടിച്ച് കൊടുക്കും. ഇങ്ങനെ നന്മ നിറഞ്ഞൊരു നാട് പോലീസ് വേണോ? അവിടെ വീട് അടച്ചിടണോ? നമ്മളാണെങ്കിലും ഒക്കെ പോരുമ്പോ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, കര അടച്ചോ നോക്കണം കേട്ടോ. ഇല്ലേ എന്താവും? ഉള്ളത് കൊണ്ട് വേറെ ആരും പോകും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നാട് എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. കേട്ടോ? ആ നാടിന്റെ പേരെന്താ? ശനി സിംഗ്നാപൂർ. അതെങ്ങനെ ഉണ്ടായതാണ്? സത്യധർമ്മം നിലനിർത്താൻ. ഈ സത്യധർമാദികൾ നാട്ടിൽ നടപ്പിലാക്കിയ ആളിന്റെ പേരാണ് മഹാബലി ചക്രവർത്തി. ഓക്കെ അല്ലേ? അപ്പൊ ഈ മഹാബലിയുടെ നല്ല കാലം വരാൻ വേണ്ടി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അല്ലെ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞത്? നല്ല കാര്യം ചെയ്തത് ആരോടും മറക്കൂല, പിന്നെ കുഴപ്പം ചെയ്തവരെ ഓർക്കൂല. സമ്മതിച്ചു? പിന്നെ ജാതിക്കും മതത്തിനും അതീതമായി നമ്മളെല്ലാം ഒന്നാണ് എന്ന് നമ്മൾ എന്നും വിളിച്ചു പറയും. ശരിയല്ലേ? നമ്മുടെ മതമോ ജാതിയോ പറഞ്ഞ് വേർതിരിക്കാൻ വരുന്നവരോട് പോടാ, സുരേഷ് ഗോപി പറഞ്ഞ പോടാ പുല്ല് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒന്നും പറയണ്ടല്ലോ. ഇനി ഒന്നും പറയണ്ട. കാരണം ഇപ്പൊ തന്നെ കുറച്ച് അധികം പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നിർത്തിക്കൂടെ ചെയ്യുന്നു ഇല്ലല്ലേ? ഞാൻ ചുമ്മാറിനെ വെച്ചേ. അപ്പൊ എല്ലാവർക്കും തീർച്ചയായിട്ടും ഞാനിപ്പോൾ കുറേ ഓണാഘോഷങ്ങളിൽ ഈ കൊല്ലം പങ്കെടുത്തു.
അതിലേറ്റവും മനസ്സുകൊണ്ട് നിറഞ്ഞ് ഏറ്റവും അർത്ഥവത്തായ മഹാബലി ആഗ്രഹിക്കുന്ന ഏറ്റവും അടിത്തട്ടുള്ള ജനങ്ങൾക്ക് അവരെ കൈപിടിച്ചു നിർത്താൻ, അവരെ കണ്ണു തുടയ്ക്കാൻ, അവരെ കൂടെ നിൽക്കാൻ, ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ഈ അംബേദ്കർ ചാരിറ്റബിൾ ആൻഡ് സാംസ്കാരിക സമിതിയുടെ ഓണാഘോഷത്തെക്കാളും ഹിന്ദു ധർമ്മത്തെക്കാളും വലുതൊന്നും ഈ നാട്ടിൽ നടന്നിട്ടില്ല. ഈ നന്മയാണ്, അതിന്റെ പേരാണ് ഷാജഹാൻ, അതിന്റെ പേരാണ് ലത്തീഫ്, ബാക്കിയുള്ളവരുടെ പേര് എല്ലാവരും പേര് ഞാൻ പറഞ്ഞില്ല. ഈ നന്മ കാണിക്കുന്ന നിങ്ങൾക്ക് ആണ് ഞാൻ ഏറ്റവും അധികം സന്തോഷത്തോടെ ആശംസകൾ നേരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഒപ്പം വന്നു ചേർന്ന എല്ലാവർക്കും സന്തോഷകരമായ നാളുണ്ടാവട്ടെ. ഓണാശംസകൾ നടത്താം.